നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. 266 ദിവസമായി ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടത്തിവന്ന രാപ്പകൽ സമരം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. പാലക്കാട് MLA തിരുവനന്തപുരത്ത് പറന്നിറങ്ങി ആശാ വർക്കർമാരുടെ സമരം ഏറ്റെടുക്കുന്നതും നമ്മൾ കണ്ടു. ഇതിൽ അതൃപ്തിയുമായി പ്രതിപക്ഷ നേതാവ്, സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ട നേതാവ് VD സതീശൻ എത്താൻ വൈകുന്നു, രാഹുൽ അവിടെ ഉള്ളതുകൊണ്ടാണ് എത്താൻ വൈകുന്നത് എന്ന അഭ്യൂഹം ഉയർന്നു. KPCC യോഗം ഉള്ളതുകൊണ്ടാണ് VD സതീശൻ എത്താത്തത് എന്ന് രാഹുൽ പറയുകയും ചെയ്തിരുന്നു. തുടർന്ന് രാഹുൽ അവിടെ നിന്ന് പോയതിനു തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് എത്തി 12 മണിയുടെ ട്രെയിനിൽ എറണാകുളത്തേക്ക് പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് പ്രസംഗം ചുരുക്കി പെട്ടെന്ന് മടങ്ങുന്നു. ഇതിനുശേഷം രമേശ് ചെന്നിത്തല സമരവേദിയിൽ എത്തിയതിനു തൊട്ടു പിന്നാലെ രാഹുൽ വീണ്ടും അവിടെ എത്തുന്നു. പറയുന്നു, അമ്മമാർ വിളിച്ചു, ഞാൻ വന്നു എന്നാണ് ആശാമാരുടെ സമരവേദിയിൽ നിന്ന് മടങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം തിരിച്ചു വന്നപ്പോൾ ഉണ്ടായത്. ഇതിൽ പറയാനുള്ളത്, പാർട്ടിയിൽ ഒരു പ്രശ്നവുമില്ല, എല്ലാവരും ഒറ്റക്കെട്ട് തെരഞ്ഞെടുപ്പ് ഒന്നിച്ചു നിന്ന് പോരാടുമെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡുമായി നടന്ന ചർച്ചയിൽ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നു. എന്നിട്ടാണ് രാഹുൽ വേദിയിലെത്തിയതിൽ സതീശൻ പൊട്ടിത്തെറിച്ചത്. VD സതീശന്റെ പ്രതികരണത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ VD സതീശൻ പരിഹാസ്യനായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഓർത്തു നോക്കുക, ഒരു പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ ഏറ്റവും പക്വതയോടെ പെരുമാറേണ്ട ഒരാളാണ്. പക്ഷേ ആ ഒരു പക്വത പോലും ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ച ഒരു പക്വത പോലും ഈ പറയുന്ന VD സതീശനിൽ നിന്നുണ്ടായില്ല. നമ്മൾ ഓർക്കണം, KPCCയിൽ പരിപാടി നടക്കുന്നത് കൊണ്ടാണ് VD സതീശൻ അവിടെ പങ്കെടുക്കാൻ വരാൻ വൈകുന്നത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുമ്പോഴും നമുക്ക് കൃത്യമായി അറിയാം. അതായത് ഈ പറയുന്ന പോലെ തന്നെ ഒരു അതൃപ്തി VD സതീശൻ ഉള്ളത് അത് പ്രകടമാക്കുകയും ചെയ്തു. നമ്മൾ ആ വീഡിയോയിൽ കാണാം. അതായത് രാഹുൽ ആ വേദിയിൽ ഇരിക്കുമ്പോൾ ഒരാൾ വന്ന് ചെവിയിൽ എന്തോ പറയുന്നു, രാഹുൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് അവിടേക്ക് VD സതീശൻ വരുന്നത്. ഈ KPCCയിൽ നടന്ന പരിപാടിയിൽ അവിടെ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു. അവിടുന്ന് ചില മാധ്യമങ്ങൾ സെക്രട്ടേറിയറ്റിൽ എത്തിയിട്ടും VD സതീശനെ കാണുന്നില്ല. കാരണം ഉദ്ഘാടനത്തിന്റെ സമയവും കഴിഞ്ഞ് VD സതീശനെ കാണാതാകുമ്പോഴത്തേക്കുള്ളൊരു ചോദ്യം വരുന്നു. പെട്ടെന്ന് അവിടെ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങി പോകുമ്പോഴത്തേക്ക് കൃത്യമായും അത് തന്നെയാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്. അതായത് രാഹുൽ അവിടെ ഉള്ളത് കൊണ്ട് VD സതീശന് പങ്കെടുക്കാൻ താല്പര്യമില്ല എന്നുള്ളത്. ഇത് VD സതീശൻ ഇതിനു മുൻപും പ്രകടമാക്കിയിട്ടുണ്ടല്ലോ. നിയമസഭയിൽ രാഹുൽ വരുന്നതിനെ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത് ഈ പറയുന്ന VD സതീശനാണ്. അപ്പോൾ അത് കൃത്യമായി മനസ്സിലായി. പക്ഷേ എന്നിട്ടും ആ ഒരു വിഷയം പക്വതയോടെ രാഹുൽ കൈകാര്യം ചെയ്തു. അതായത് ഇങ്ങനെ ഒരു പരിപാടി ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം വൈകുന്നത് എന്ന് പറയുന്നു. അപ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുന്നു, ഞങ്ങളും അവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ അവിടെ നിന്ന് എത്തിയവരാണ്, എന്നിട്ടും VD സതീശനെ കാണാനില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇന്നിവിടെ നടക്കുന്ന സമരം എന്താണ് എന്ന് എനിക്കും VD സതീശനും കൃത്യമായിട്ട് അറിയാം. ഞങ്ങൾക്ക് നല്ല ബോധ്യമുള്ളവരാണ്. ഞാൻ ഇവിടേക്ക് വരുമെന്ന് അറിഞ്ഞിട്ടാണല്ലോ അദ്ദേഹം അവിടെ നിന്ന് തിരിക്കുന്നത്. ഇന്ന് ഇവിടെ ഉദ്ഘാടകൻ അദ്ദേഹമാണ് എന്ന് അറിഞ്ഞതുകൊണ്ടാണല്ലോ ഞാനും ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഇവിടെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ അത്തരത്തിൽ വിഷയമില്ല. ഈ അതായത് VD സതീശൻ പോയതിനു ശേഷം രമേശ് ചെന്നിത്തല വരുന്നു. അത് കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും അവിടേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് VD സതീശന്റെ ഈ പ്രവൃത്തി മാധ്യമങ്ങൾ വലിയ രീതിയിൽ ആഘോഷമാക്കി. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നവിടെ ആശമാരുടെ സമരം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടെ നടന്നത്. ആ ആശമാരുടെ സമരത്തിന്റെ വേദിയിലേക്ക് എത്തേണ്ട VD സതീശൻ അവിടെ എത്തിയത് ഈ രാഹുലും VD സതീശനും തമ്മിലുള്ള പോര് മാധ്യമങ്ങൾക്ക് ഇട്ടുകൊടുക്കുന്നതിലായി പോയി. അതായത് എന്ത് കാര്യത്തിനാണോ അവിടെ വന്നത് അത് ഏറ്റെടുക്കാൻ VD സതീശൻ അങ്ങ് മറന്നു. അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് അത് അങ്ങനെ ആയിപ്പോയി. അപ്പോഴത്തേക്ക് പിന്നീട് രാഹുൽ ആ വേദിയിലേക്ക് എത്തുമ്പോൾ, അതായത് പാർട്ടി ഇവിടെ ഒരു പ്രശ്നമില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി തന്നെയാണ് വീണ്ടും രാഹുലിനെ ആ വേദിയിലേക്ക് പാർട്ടി പറഞ്ഞു വിടുന്നത്. അതായത് VD സതീശൻ പോയതിനു ശേഷം വീണ്ടും രാഹുൽ അവിടെ വരുന്നു. രാഹുൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ ചില മാധ്യമങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്, VD സതീശന് അതൃപ്തി ഉള്ളത് കൊണ്ടാണ് VD സതീശൻ എന്നെ ഇറക്കി വിട്ടു എന്നൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് സംഭവിച്ചത്. പക്ഷെ അതിനെ ഒരു പക്വതയോടെ രാഹുൽ കൈകാര്യം ചെയ്തതുകൊണ്ട് വലിയ പരിക്കുകളില്ലാതെ പോയി. പക്ഷേ വലിയ പരിക്ക് സംഭവിക്കാൻ പോകുന്നത് VD സതീശനാണ്. കാരണം VD സതീശന്റെ ഇമ്മാതിരി ഈ നാണം കെട്ട പരിപാടികൾ ജനങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ രാഹുൽ ഈശ്വർ ഈ സംഭവം നടന്നതിന് ശേഷം, കാരണം മാധ്യമങ്ങളെല്ലാം ഇത് വാർത്തയാക്കുകയാണെന്നേ, ആശമാരുടെ സമരമൊക്കെ അങ്ങ് മറന്നു, പകരം ഇതെടുത്തിട്ടങ്ങ് അലക്കുകയാണ്. രാഹുലും VD സതീശനും തമ്മിൽ പ്രശ്നം എല്ലാ വാർത്തകളിലും അതാണ് നിറയുന്നത്.
അപ്പോഴത്തേക്ക് ഇന്നിപ്പോൾ രാഹുൽ ഈശ്വർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. രാഹുൽ ഈശ്വർ കൃത്യമായി പറയുന്നുണ്ട്, വി ഡി സതീശൻ ഇത് നിങ്ങൾക്ക് ചേരുന്നതല്ല, ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ഇനി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു ജനവിഭാഗം ഇവിടെയുണ്ട്, അവരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കമന്റുകൾ വന്നത് ഇനി വി ഡി സതീശൻ നിയമസഭ കാണരുത്, ആരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കരുത് എന്നുള്ള ചില കമന്റുകളാണ് വരുന്നത്. ഇത് മാത്രമല്ല, രാഹുലിന്റെയും ഷാഫി പറമ്പിലിന്റെയും ഒക്കെ സൈബർ ഗ്രൂപ്പുകൾ അവരും വി ഡി സതീശനെ പച്ചയ്ക്ക് തെറി വിളിച്ചുകൊണ്ടാണ് പല കമന്റുകളും പോസ്റ്റുകളും ഇടുന്നത്. നമുക്കറിയാം രാഹുലിനെതിരെ നിൽക്കുന്ന ഒരു ആരോപണം എന്താണ്. അയാൾ ഒരു എത്ര കേസുകളാണ് വന്നത്, അതായത് ബോംബ് പോലെ പൊട്ടുന്ന കുറെ കേസുകൾ, 18 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകളെയൊക്കെ ഇരയാക്കിയെന്നൊക്കെ. ഇതിനൊന്നും ഒരു തെളിവില്ല. ഈ പറയുന്ന പോലെ തന്നെ ഒരു പരാതി പോലും ആരും കൊടുത്തിട്ടില്ല ഈ പറയുന്ന രാഹുലിനെതിരെ. പിന്നെ എന്തിനാണ് എന്തിനേറെ CPM-കാരും ഈ പറയുന്ന BJP-കാരും പോലും ഇപ്പോൾ രാഹുൽ പങ്കെടുക്കുന്ന പരിപാടികളിൽ എത്തുന്നുണ്ട്, ഒരേ വേദിയിൽ അവർ ഇരിക്കുന്നുണ്ട്. എന്നിട്ടും വി ഡി സതീശന് മാത്രം എന്താണ് ഇത്ര ചൊറിച്ചിൽ എന്നുള്ളതാണ് ചോദ്യം ഉയരുന്നത്. അവിടെയാണ് വി ഡി സതീശൻ കണക്ക് കൂട്ടിയത് പലതും നടക്കുന്നില്ല, അത് പഠിക്കൽ കൊണ്ട് കലമിട്ടുടച്ചത് രാഹുലാണെന്ന് വി ഡി സതീശൻ അറിയാവുന്നത് കൊണ്ട് വി ഡി സതീശൻ ഈ രീതിയിലൊക്കെ പ്രകടിപ്പിക്കുകയാണ്. പക്ഷേ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും. കാരണം അല്ലെങ്കിൽ തന്നെ നമ്മളെപ്പോഴും കോൺഗ്രസിന്റെ കാര്യത്തിൽ പറയാറുള്ളത് എന്താണ്, ഒരു ഐക്യമില്ല, അധികാരത്തിന് വടംവലി നടത്തുന്ന ആൾക്കാരാണ്. എല്ലാ കാലത്തും കോൺഗ്രസിന് കേട്ടുകൊണ്ടിരിക്കുന്ന പഴിയതാണ്. അത് ഇനിയെങ്കിലും ഒന്നും അവസാനിപ്പിക്കണമെന്ന് ഈ നേതാക്കൾ എന്തുകൊണ്ട് അവർക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. രാഹുൽ ഈശ്വർ കൃത്യമായി പറയുന്നുണ്ട്, ഈ കപട ഫെമിനിസ്റ്റുകൾക്ക് വേണ്ടി ഈ പറയുന്ന പോലത്തെ നെറികെട്ട പരിപാടികൾക്ക് വി ഡി സതീശൻ നിന്നു കൊടുക്കരുത് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ ആ രീതിയിൽ വി ഡി സതീശനെ ഇപ്പോൾ വിലയിരുത്തുകയാണ് കേരളം. അത് ഇനിയെങ്കിലും വി ഡി സതീശൻ മനസ്സിലാക്കണം. എന്ത് അധികാരമാണ് ആ ഒരു പരിപാടിയിൽ രാഹുലിനെ ഇറക്കി വിടാൻ, അല്ലെങ്കിൽ രാഹുൽ അവിടെ ഉണ്ടാകരുത് എന്ന് പ്രതിപക്ഷ നേതാവിന് എന്ത് അധികാരമാണുള്ളത്? രാഹുൽ ഒരു ജനപ്രതിനിധിയാണ്, അയാൾ ഒരു MLA ആണ്, അയാൾക്ക് ചില ഉത്തരവാദിത്തങ്ങളും അയാൾക്ക് ഭരണഘടന അനുശാസിക്കുന്ന ചില കടമകളും സ്വാതന്ത്ര്യവുമുണ്ട്. അതിനെ എതിർക്കാൻ വി ഡി സതീശൻ ആരാണ്? ആർക്കും പറയാൻ കഴിയില്ല ഈ പറയുന്ന രാഹുൽ അവിടെ ആ പരിപാടിയിൽ വന്ന് പങ്കെടുക്കരുതെന്ന്. അപ്പോൾ വി ഡി സതീശന്റെ ഒരു തിട്ടൂരമാണ് രാഹുലിനെ കാണരുത്, രാഹുലിനെ കണ്ടു കഴിഞ്ഞാൽ എന്തോ ചതുർത്ഥി പോലെയാണ്. അയാൾക്കെതിരെയുള്ള ഒരു കേസെങ്കിലും ഈ പറയുന്ന ക്രൈംബ്രാഞ്ചിന് പോലും, എന്തിനേറെ പിണറായി വിജയന്റെ കക്ഷത്തിരിക്കുന്ന ക്രൈംബ്രാഞ്ചിന് പോലും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, ഒരു പരാതി പോലുമില്ല. പിന്നെ വി ഡി സതീശൻ ഇനിയും രാഹുലിനെതിരെ ഇമാതിരി നടപടി സ്വീകരിക്കുകയാണെങ്കിൽ അത് ഉറപ്പായും വി ഡി സതീശന് തിരിച്ചടി ഉണ്ടാക്കും. കാരണം കേരളത്തിന് ഇന്നിപ്പോൾ നമ്മൾ കണ്ട ഇന്നത്തെ ആ വേദിയിലത്തെ കാര്യങ്ങൾ കണ്ടാൽ മനസ്സിലാകുമല്ലോ. ആശാ വർക്കർമാരുടെ പരിപാടിയിൽ രാഹുൽ ചെല്ലുമ്പോൾ അവിടുത്തെ അമ്മമാരാണ് ഓടിച്ചെല്ലുന്നു, കെട്ടിപ്പിടിക്കുന്നു, ചേർത്ത് നിർത്തുന്നു, സംസാരിക്കുന്നു, കയ്യിൽ പിടിക്കുന്നു. അപ്പോൾ ഇവർക്ക് ആർക്കും, കേരളത്തിലെ ആർക്കും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ഒരു പ്രശ്നമില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവിന് മാത്രം കണ്ണുകടി. ഇത് ചില കമന്റുകളൊക്കെ വരുന്നത് പ്രതിപക്ഷ നേതാവിന്, അതായത് പ്രതിപക്ഷ നേതാവ് തിളങ്ങേണ്ട വേദിയിൽ വന്ന് രാഹുൽ തിളങ്ങിയപ്പോഴത്തേക്ക് പ്രതിപക്ഷ നേതാവിന് ഈഗോ ഇളകി അടിച്ചതാണ് എന്നൊക്കെയുള്ള തരത്തിൽ കമന്റുകൾ വരുന്നുണ്ട്. അതായത് വി ഡി സതീശൻ ആ ഒരു നിലയിലേക്ക് അധപ്പതിച്ചു പോയിരിക്കുന്നു എന്നാണ് കേരള സമൂഹം പറയുന്നത്. ഇതില് ഇനി വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ആശമാരുടെ സമരം എന്തായാലും ചെറിയൊരു വിജയം നേടി 1000 രൂപ വർദ്ധിപ്പിച്ചു. അവർ ചോദിച്ചതൊന്നും കിട്ടിയില്ല, എങ്കിലും 1000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇന്ന് ചർച്ചയാകേണ്ടത് ഈ വിഷയമായിരുന്നു. കാരണം ഇത്രയും ദിവസത്തെ സമരത്തിന്റെ ഫലമായിട്ടാണ് അവർക്ക് ഈ വിജയം ലഭിച്ചത്. പക്ഷെ ചർച്ച ആയത് മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വരവും വി ഡി സതീശന്റെ കാണിക്കലുമാണ്. മാധ്യമങ്ങൾ ചോദിച്ചത് മുഴുവനും കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ മാത്രമാണ് രാഹുലിനോട് ചോദിച്ചത്. മാധ്യമങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അത് കേരളത്തിലെ ജനങ്ങൾ മാധ്യമങ്ങളെ നന്നാക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അത് ഇന്നത്തെ ഒരു പ്രതികരണം കൊണ്ടെങ്കിലും കേരളത്തിലെ ഈ മുഖ്യധാര മാധ്യമങ്ങളിൽ ചില കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. കാരണം നിങ്ങൾക്ക് ആരെയും താറടിച്ച് കാണിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമൊന്നും നമുക്കില്ല. നമ്മൾ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഭരണഘടനയുടെ 4ാം തൂണാണ് എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾക്ക് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലൊന്നും കയറി അമിതമായി കൈകടത്താൻ ഒരധികാരവുമില്ല. അപ്പോൾ ഇന്ന് മാധ്യമങ്ങൾ വെറും 3rd റേറ്റ് പണിയാണ് കാണിച്ചത് എന്ന് ഇന്ന് ഇവിടുത്തെ ജനങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ മാധ്യമങ്ങളെ പൊളിച്ചു കാണിച്ചു. അവിടെ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ള റിപ്പോർട്ടർ എത്ര അധപ്പതിച്ചു പോവുകയാണ് ഒരു മാധ്യമം എന്നുള്ളതൊന്നും ഓർത്ത്. റിപ്പോർട്ടറുടെ പേര് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടം മാറി നിൽക്കും, എനിക്ക് നിങ്ങളോട് പ്രതികരിക്കാനില്ല. കാര്യം എന്താണ്, ആശാ വർക്കർമാരുടെ സമരവേദിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത്.
അവിടെ വന്നിട്ട് ഈ ആശാ വർക്കർമാരുടെ സമരത്തെക്കുറിച്ച് ഒരു കാര്യം റിപ്പോർട്ടറിന് ചോദിക്കേണ്ട. റിപ്പോർട്ടറിന് ചോദിക്കാനുള്ളത് ആ പെൺകുട്ടിയുടെ ഓഡിയോ, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്, എന്താണ് പ്രതിപക്ഷ നേതാവ് വരാതിരുന്നത് എന്നൊക്കെ രാഹുൽ പറയുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ ഓഡിയോയെക്കുറിച്ച് ചോദിക്കുമ്പോൾ രാഹുൽ പറയുന്നുണ്ട് ഞാനത് വേറൊരു പത്രസമ്മേളനം നടത്തി പറഞ്ഞുകൊള്ളാം എന്ന്. എന്നിട്ട് രാഹുൽ വീണ്ടും ഈ റിപ്പോർട്ടറിന്റെ മാധ്യമ പ്രവർത്തകനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കിതിന് പ്രത്യേക ശമ്പളം വല്ലതും കിട്ടുന്നുണ്ടോ ചങ്ങായി എന്ന് ചോദിക്കുന്നുണ്ട്. ഏറ്റവും പരിഹാസ്യമായ രീതിയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമത്തിന് പ്രതികരണം കൊടുത്തത്. കാര്യം ഇനിയെങ്കിലും മാധ്യമങ്ങൾ പഠിക്കണം. ഒരാളെയും താറടിച്ച് കാണിക്കാൻ നമുക്ക് ഒരു അധികാരവുമില്ല. നമ്മൾക്ക് വിമർശിക്കാം തെറ്റുകൾ കാണുമ്പോൾ, ഭരണകൂടമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരാൾ തെറ്റ് കാണിക്കുമ്പോഴും നമുക്ക് ചൂണ്ടിക്കാണിക്കാം, വാർത്തകൾ കൊടുക്കാം. പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്നുള്ളതാണ്. ആ പരിധി ലംഘിക്കുകയാണ് മുഖ്യധാരാ മാധ്യമങ്ങളിൽ ചിലത്. അതുകൊണ്ട് തന്നെയാണ് റിപ്പോർട്ടറിനെ പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടാണല്ലോ ആൾക്കാർ കമന്റുകൾ ഇടുന്നത്. എടുത്തു വെച്ചു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ റിപ്പോർട്ടറിന്റെ ആൾക്കാർ ഈ വാർത്തയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ നോക്കണം. രാഹുൽ ഈശ്വറും പറയുന്നുണ്ട്, അതായത് അവർക്ക് കൃത്യമായ മറുപടിയാണ് കൊടുത്തത്. അതായത് ചോദ്യങ്ങൾ ചോദിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങ് തളർത്താമെന്നാണ് റിപ്പോർട്ടർ കരുതിയത്. പക്ഷേ നടന്നില്ല. റിപ്പോർട്ടറിന്റെ പ്രതിനിധിക്ക് വയറ് നിറച്ച് രാഹുൽ കൊടുത്തിട്ടുണ്ട്. ആശമാരുടെ സമരത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ റിപ്പോർട്ടർ അങ്ങോട്ട് മാറി നിന്നേ എന്ന് പറയുന്നുണ്ട്. ഇതിനു മുൻപ് സുരേഷ് ഗോപി പുറത്തേക്ക് ഇറങ്ങി വന്ന സമയത്ത് ഇതുപോലെ ഒരു കുത്തിത്തിരപ്പ് ചോദ്യമായിട്ട് വന്നപ്പോഴത്തേക്ക് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് മാറി നിൽക്കാനെന്ന്. കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു വാർത്താ സമ്മേളനം, അത് പിന്നെ രാജീവ് ചന്ദ്രശേഖറിന് മറുപടി ഇല്ലാത്തത് കൊണ്ട് വന്നതാണ്. കാരണം ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് നിങ്ങളോട് മറുപടി പറയാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് രാജീവ് ചന്ദ്രശേഖർ ഒരു മര്യാദയല്ല. കാരണം ഒരു ജനപ്രതിനിധി, നിങ്ങൾക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ ഉറപ്പായും നിങ്ങൾ അതിന് ക്ലാരിറ്റി കൊടുക്കണം. അത് ഏത് മാധ്യമമാണ് എന്നൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അല്ലാതെ ഞാൻ ജനൻ ടിവിക്കും ഏഷ്യാനെറ്റിനും മാത്രമേ മറുപടി കൊടുക്കൂ എന്നുള്ളതൊക്കെ ധാർഷ്ട്യമാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ വിഷയത്തിൽ വീണ്ടും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെണ്ണുകേസുമായി ബന്ധപ്പെട്ട് ഇക്കിളിപ്പെടുത്തുന്ന ചോദ്യങ്ങളാണ് പോയി ചോദിക്കുന്നത് റിപ്പോർട്ടറിന്റെ ചാനലിന്റെ പ്രതിനിധി. ഇവിടുത്തെ ഒരു മുഖ്യധാര മാധ്യമമാണോ നോർത്തു നോക്കണം. ഇവരുടെ ഇതേ ചാനലിലെ ഒരു പെൺകുട്ടി ഒരു പരാതി കൊടുത്തിരുന്നു. അതായത് തനിക്കെതിരെ ലൈംഗിക അതിക്രമം ഉണ്ടായി എന്ന്. രാഹുൽ അത് തിരിച്ച് ചോദിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ കേസ് എന്തായെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ റിപ്പോർട്ടറിന് മറുപടിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള അങ്ങേയറ്റത്തെ കുത്തിത്തിരിപ്പ് ചോദ്യമായിട്ട് രാവിലെ ഇറങ്ങിയിരിക്കുകയാണ് എന്ന് പോലും രാഹുൽ പരിഹസിക്കുന്നുണ്ട്. എന്നിട്ട് പോലും അയാൾ ആ ചോദ്യം ചോദിക്കൽ നിർത്തുന്നില്ല, വീണ്ടും ചോദിക്കുകയാണ്. അപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് എനിക്ക് ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കാനുള്ളത്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ മറുപടി പറയാം. അല്ലാത്ത പല കാര്യങ്ങളിലും ഞാൻ പ്രത്യേകം വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചോളാം. അപ്പം ഈ റിപ്പോർട്ടറിന്റെ ചാനലുകാരൻ പറയുന്നുണ്ട്, അല്ല എപ്പോഴും രാഹുലിനെ കാണാൻ കിട്ടാറില്ലല്ലോ അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട് ഞാൻ പുറത്തൊക്കെ ഇറങ്ങാറുണ്ട്, ഞാൻ എല്ലാത്തിനും മറുപടി കൊടുക്കാറുണ്ട് എന്നൊക്കെ കൃത്യമായി മറുപടിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ രാഹുലിന്റെ വിഷയത്തിൽ വന്നിരിക്കുന്നത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഈ പറയുന്ന പെൺകുട്ടിക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ ഇവിടെ ആർക്കാണ് പരാതിയുള്ളത്? ആ പെൺകുട്ടി ഗർഭഛിദ്രം നടത്തി എന്നൊക്കെ പറയുന്നതല്ലാതെ അത് തെളിയിക്കാനൊന്നും ഇവിടെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ആ പെൺകുട്ടി പരാതി കൊടുക്കുന്നില്ല. തന്നെയല്ല, കഴിഞ്ഞ ചർച്ചകളിലൊക്കെ ഞാൻ നിരന്തരം പറഞ്ഞൊരു കാര്യമുണ്ട്, രാഹുലിന്റെ ഓഡിയോ ഇന്നും റിപ്പോർട്ടർ ആ ഓഡിയോ വെച്ചാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ആ ഓഡിയോയ്ക്കകത്ത് എവിടെയും രാഹുൽ പറയുന്നില്ല അതെന്റെ കുട്ടിയല്ല എന്ന്. രാഹുൽ പറയുന്നുണ്ട് നീ അതിനെ എങ്ങനെ വളർത്താനാണ്, ഞാൻ അത് ഏറ്റെടുത്തോളാം എന്ന് രാഹുൽ പറയുന്നുണ്ട്. അയാളാണ് ആ കുട്ടിയുടെ ഉത്തരവാദിയെങ്കിൽ അയാൾ അത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ആ ഓഡിയോയിൽ പോലും പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒരു മനുഷ്യനെ താറടിച്ച് കാണിക്കാനായിട്ട് ഇമാതിരി ചോദ്യങ്ങളും കുൽസിത ചോദ്യങ്ങളുമായിട്ട് ചെല്ലുകയാണ്. അതിനൊക്കെ കൃത്യമായി രാഹുൽ മറുപടി കൊടുത്തിട്ടുണ്ട്. തന്നെയല്ല, ഇവിടുത്തെ ജനങ്ങൾ അതിനെ വിലയിരുത്തി തുടങ്ങിയിട്ടുണ്ട്. മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം ഏതറ്റം വരെയാണെന്നുള്ളത് ജനങ്ങൾ ഇനി മാധ്യമങ്ങളെ പഠിപ്പിക്കാൻ ഇറങ്ങുന്ന ഒരു സമയം വരും. അന്ന് ഇതായിരിക്കില്ല അവസ്ഥ. ഇപ്പോൾ തന്നെ നമുക്ക് പലയിടത്തും നമ്മൾ റിപ്പോർട്ടിങ്ങിനായിട്ടൊക്കെ പോകുമ്പോൾ ഒരു പുച്ഛഭാവമാണ് മാധ്യമങ്ങളോട് ഇപ്പോഴുള്ളത്. മാപ്രകളെന്നാണ് അവർ നമ്മളെ വിളിക്കുന്നത് പോലും. അപ്പോൾ ഇത് ഒരു പരിധി വരെയൊക്കെ ഒരു പരിധിയല്ല, നല്ലൊരു ശതമാനവും നമ്മുടെ കയ്യിലിരിപ്പൊക്കെ കൊണ്ട് തന്നെയാണ്. കാരണം ഒന്ന് ഓർത്ത് നോക്കുക, രാഹുൽ അതിനകത്ത് മറ്റേ ഒരു കാര്യം റിപ്പോർട്ടറിനെതിരെ കൃത്യമായ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. കാരണം ആശമാരുടെ സമരം പൊളിക്കാൻ നിങ്ങൾക്ക് ഇച്ചിരി താല്പര്യം കൂടുതലാണ് എന്ന് ഞങ്ങൾക്കറിയാമെന്നും പറയുന്നുണ്ട്. അതായത് അവരുടെ സമരം വിജയിപ്പിക്കാതെ അതിനെ പൊളിക്കാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ പരിശ്രമിക്കുന്നു എന്നാണ് രാഹുൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്.
കാരണം ഈ പറയുന്ന ആശമാരുടെ സമരത്തിന് പിന്നിൽ മാഫിയ ഉണ്ടെന്നൊക്കെ പറഞ്ഞ ചാനലുകൾ വരെ ഇവിടെയുണ്ട്. സമരം നടത്തിയവരെ അധിക്ഷേപിച്ച ആൾക്കാർ വരെയാണ്. അപ്പോൾ ഈ സമരം എന്തായിരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യം. അവർ ഒരു 200 ദിവസത്തിലധികം സമരം നടത്തുകയാണ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചുകൊണ്ട്. അവരുടെ ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ സർക്കാർ കൊടുത്ത വാഗ്ദാനവും അതിലുണ്ട്. കാരണം സർക്കാരിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു ആശമാരുടെ ഓണറേറിയം കൂട്ടും എന്നുള്ളത്. പക്ഷെ 1000 രൂപയാണ് കൂട്ടിയിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് പോരാ എന്നുള്ളതാണ് അവരുടെ ആവശ്യമാണെന്നേ അവർ സമരം നടത്തുന്നത്. അത് കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്, അത് കൊടുക്കണം. അതുകൊണ്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത് സെക്രട്ടേറിയറ്റിലെ സമരം ഞങ്ങൾ അവസാനിപ്പിച്ചു, രാപകൽ സമരം ഞങ്ങൾ അവസാനിപ്പിച്ചു, പക്ഷേ ഞങ്ങൾ മറ്റ് സമര രീതികളിലേക്ക് കടക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണല്ലോ. അവർ പഞ്ചായത്തുകൾ തോറും ഓരോ വീട്ടിലും കയറി ഇറങ്ങി ഈ സർക്കാരിന്റെ കപടത മുഴുവൻ തുറന്നു കാണിക്കുമെന്നാണ് ആ സ്ത്രീകൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രാഹുലിനെ പോലെ ഒരു നേതാവ് ആ വേദിയിൽ എത്തുമ്പോൾ അവർക്ക് അവർക്ക് കൂടെ നിൽക്കാൻ ഒരാളുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. ആ ഒരു പ്രതീക്ഷയാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് അങ്ങേയറ്റം മോശമാക്കി കളഞ്ഞത്. കാരണം ഈ പറയുന്ന പ്രതിപക്ഷം അല്ലെങ്കിൽ ഈ കോൺഗ്രസ് ഇവിടുത്തെ ജനങ്ങളോടൊപ്പം ഉണ്ട് എന്ന് തെളിയിക്കേണ്ട ഒരു വേദിയായിരുന്നു അത്. ആ ഒരു അവസരമാണ് പ്രതിപക്ഷ നേതാവ് കൊണ്ട് കളഞ്ഞു കുളിച്ചത്. അത് രാഹുലിന്റെ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് കടുംപിടുത്തം കാണിക്കുന്നു. അത് ഇനിയും വെച്ചും മുൻപോട്ട് പോയി കഴിഞ്ഞാൽ വലിയ രീതിയിൽ അത് ഈ പറയുന്ന VD സതീശന് തന്നെ തിരിച്ചടി ഉണ്ടാക്കും. രാഷ്ട്രീയ ഭാവി ഇപ്പോൾ തന്നെ അത് തുലാസിലാണ്. ഇതില് ഇന്ന് KPCC ഭാരവാഹി യോഗത്തില് രാഹുലിനെ തിരിച്ചെടുക്കണം എന്നൊരാവശ്യം വന്നിരുന്നു. A ഗ്രൂപ്പുകാരനാണ് ഈ ആവശ്യം പറഞ്ഞത്. പേരെടുത്ത് പറഞ്ഞില്ല, രാഹുലിനെ തിരഞ്ഞെടുക്കണം അങ്ങനെ പറഞ്ഞില്ല. പക്ഷെ പറഞ്ഞു ഇങ്ങനെ CPM-ലൊക്കെ ഇങ്ങനത്തെ ലൈംഗികാരോപണം ഉണ്ടായെങ്കിൽ അങ്ങനെ കേട്ടതെല്ലാം തന്നെ അവരെല്ലാം തിരിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ട് ഇയാളെയും അങ്ങനെ ഇവിടെ കോൺഗ്രസിലുള്ള ഈ ലൈംഗികാപവാദം കേട്ട ആൾക്കാരെയും തിരിച്ചെടുക്കണമല്ലോ. പക്ഷേ KPCC ഭാരവാഹികൾ ഇത് ചിരിച്ചു തള്ളുകയാണ് ചെയ്തത്. ആ സമയത്ത് ഇത് ഇനിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ. ആ തെരഞ്ഞെടുപ്പിൽ രാഹുലിന്റെ ഗ്രാഫ് ഉയർന്നു തന്നെ നിൽക്കും എന്നാണോ? ഉറപ്പായിട്ടും അവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഇന്നിപ്പോ രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെതിരെ വലിയ വിമർശനം വരുന്നുണ്ട് പാർട്ടിക്ക് നേരെ. എന്തിനു മാറ്റി നിർത്തി എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. കാരണം മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഒരു ആരോപണവും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. തന്നെയല്ല, അവർ പറയുന്നത് CPM-ൽ ഇതുപോലെ ആരോപണം നേരിട്ട എത്ര പേരെയാണ് മാറ്റി നിർത്തിയിരിക്കുന്നത്. ഇപ്പോഴും നിയമസഭയിൽ ഇരിക്കുന്നുണ്ടല്ലോ. ഈ കഴിഞ്ഞിടയ്ക്ക് ലൈംഗിക ആരോപണ കേസിൽ ഉൾപ്പെട്ട വൈശാഖനെ മാറ്റി നിർത്തിയതാണ്. പക്ഷേ നൈസായിട്ട് തിരിച്ചെടുത്തിട്ടുണ്ട്. അത്തരത്തിൽ അവർ ചെയ്യുന്നുണ്ട്. എന്ത് കാര്യത്തിനാണ് രാഹുലിനെ മാറ്റി നിർത്തിയത് എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. പക്ഷേ നമ്മൾ അവിടെ മറ്റൊരു കാര്യവും കൂടി കാണണം. അങ്ങനെ ഒരു നടപടി അവർ സ്വീകരിച്ചത് ഒരു പരിധിവരെയൊക്കെ നല്ലതാണ്. കാരണം തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടും എന്നുള്ള ഒരു ബോധ്യം രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ട് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുലിനെ ആരോപണം വന്നപ്പോൾ മാറ്റി നിർത്തുന്നു എന്ന് പറയുന്നത് അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അയാൾ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കേണ്ടത് അയാളുടെ ഉത്തരവാദിത്തമാണ്. തന്നിലൊരു കളങ്കം ഉണ്ടായിട്ടില്ല എന്ന് തെളിയിച്ചിട്ട് അയാൾ തിരിച്ചു വരുമ്പോൾ ആ പദവി അയാൾക്ക് കൊടുക്കണം. അതൊരു കാര്യമാണ്. ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്. രാഹുലിന്റെ ഗ്രാഫ് ഉയർന്നിട്ടുണ്ട്, വളരെ വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. ഈ രാഹുലിനെ ഇപ്പോൾ വളർത്തിയതിൽ പ്രധാനികൾ ഇവിടുത്തെ സർക്കാർ, CPM, ഈ പറയുന്ന VD സതീശന്റെ ഗ്രാഫാണ്. രാഹുലിനെ ഒതുക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം നടത്തിയത്. പക്ഷെ നേരെ എതിർഫലമാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ രീതിയിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ VD സതീശന്റെ ഗ്രാഫ് വളരെ വലിയ രീതിയിൽ കൂപ്പുകുത്തും. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പുഷ്പം പോലെ രാഹുൽ ജയിക്കും. അത് മാത്രമല്ല, രാഹുലിന്റെ ഗ്രാഫ് ഉയരുകയും ചെയ്യും. കൂപ്പുകുത്താൻ പോകുന്നത് VD സതീശന്റെ ഗ്രാഫാണ്. പാർട്ടിക്കാർ എതിരായി കഴിഞ്ഞു, അണികൾ എതിരായി കഴിഞ്ഞു, ഇവിടുത്തെ ജനങ്ങൾ എതിരായി കഴിഞ്ഞു. VD സതീശന്റെ പ്രചരണത്തിന് പോലും ഇനി നേതാക്കൾ പോകാൻ മടിക്കും. അത്തരത്തിൽ വലിയൊരു തിരിച്ചടി ഇപ്പോൾ VD സതീശൻ ഉണ്ടായിട്ടുണ്ട്. അത് VD സതീശനായിട്ട് ഇരന്ന് മേടിച്ചതാണ്. ഇപ്പോൾ തന്നെ ചില വിമർശനങ്ങൾ വരുന്നുണ്ട്. റിനിയെ ഇറക്കിയത് VD സതീശനാണ്, VD സതീശൻ ഇതിന് പിന്നിൽ കളിച്ചു എന്നൊക്കെയുള്ള തരത്തിലാണ് വിമർശനങ്ങൾ വരുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ഇനിയിപ്പോൾ ഷാഫിയുടെ ഒരു പിന്തുണയൊന്നും ഇല്ലാതെ സ്വതന്ത്രനായിട്ട് നിന്നാൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കും. അത്രത്തോളം ഒരു വലിയ പിന്തുണ അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സർക്കാരിന്റെ ഒരു അന്വേഷണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്ന് വേണം കരുതാൻ. എന്തെല്ലാം ആരോപണങ്ങളായിരുന്നു, കുറ്റമായിരുന്നു FIR-ൽ എഴുതി ചേർത്തത്. ഓർത്ത് നോക്കി, 60 വയസ്സ് വരെയുള്ള സ്ത്രീകളെയൊക്കെ ഇരയാക്കി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒത്തിരി ഈ പറയുന്ന പോലെ തന്നെ അങ്ങ് താറടിച്ച് കാണിക്കാൻ ശ്രമിച്ചു. ഇതോടുകൂടി കേരളത്തിന് മനസ്സിലായി, അതായത്
ഈ പറയുന്ന സർക്കാർ ഇവിടുത്തെ ഈ പറയുന്ന രാഹുലിനെയും ഷാഫിയെയും ഒക്കെ ഭയക്കുന്നു. CPM-കാർ ഈ 2 ചെറുപ്പക്കാരെ ഭയക്കുന്നു. എന്തിനാണ് അവർ ഈ 2 ചെറുപ്പക്കാരെ ഭയക്കുന്നത്? അവിടെയാണ് സർക്കാരിനെതിരെ ഇവർ അതിശക്തമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു, സർക്കാരിനെ വെള്ളം കുടിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരെ ഇല്ലാതാക്കാനുള്ള ഒരു നീക്കം CPM നടത്തുന്നത് എന്നുള്ള തരത്തിലേക്കൊക്കെ ഇത് വ്യാഖ്യാനിക്കപ്പെട്ടു. അതുകൊണ്ട് ഇത് വലിയ രീതിയിൽ എന്തായാലും രാഹുലിന് ഗുണം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഒരു സമയത്ത് രാഹുൽ വീടിന് പുറത്തു പോലും ഇറങ്ങാതിരുന്ന ഒരു സാഹചര്യമുണ്ട്. എനിക്കൊന്ന് ഉറങ്ങണമെങ്കിൽ പാരസെറ്റമോളും ഒക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു രാഹുലിനെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ പൂർണ്ണമായും തകർന്നടിഞ്ഞ ഒരു മനുഷ്യനായിട്ട് അയാൾ ഒതുങ്ങിക്കൂടിയതാണ്. അവിടുന്ന് തനിക്ക് കിട്ടുന്ന ജനപിന്തുണ കണ്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. പക്ഷെ അത് തെറ്റിയില്ല, വലിയ ജനപിന്തുണ ഇന്ന് അയാൾക്കുണ്ട്. അതിലേക്കൊക്കെ ഇയാളെ വളർത്തിയെടുത്തത് ഈ പറയുന്ന VD സതീശനാണ്. അതുകൊണ്ട് രാഹുൽ എനിക്ക് തോന്നുന്നു VD സതീശനോട് നന്ദി പറയണം. അപ്പോൾ ഇതെന്തായാലും ഈ VD സതീശന്റെ ഇത്തരത്തിലുള്ള പോക്ക് അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കും. കാരണം പാർട്ടിയിൽ വീണ്ടും വിള്ളലുകളുണ്ട്, പരസ്പരം പോരടിയാണ് എന്നൊക്കെ ഉള്ളത് കേരളത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തമ്മിൽ പോരടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കൂട്ടർ എങ്ങനെയാണ് കേരളം ഭരിക്കുക എന്നുള്ള ഒരു ചോദ്യം ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും. തന്നെയല്ല, സർക്കാർ പല പദ്ധതികളും കൊണ്ടുവന്ന് ശരവേഗത്തിൽ കുതിക്കുകയാണ്. ദാരിദ്ര്യമില്ലാത്ത കേരളം വരെ ആയിട്ടുണ്ട്. ഇതിന്റെ കണക്ക് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സർക്കാർ വരെ കൈമലർത്തും. നമുക്കറിയാം, ഇവിടെ പൂർണ്ണമായും പട്ടിണി ഇല്ലാതായി എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അതിദാരിദ്ര്യം ഇല്ലാതായി എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? പക്ഷെ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ കമലഹാസനും മമ്മൂട്ടിയും എല്ലാം വന്ന് കേരളം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനെ കുറിച്ചുള്ള ഇത് അല്ല, ഇന്നിപ്പോ മമ്മൂട്ടി മാത്രമേ വന്നിട്ടുള്ളൂ. പരിപാടിയിൽ നിന്ന് മോഹൻലാലും കമൽഹാസനും വിട്ടുനിന്നു. ഇരുവർക്കും വരാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്, ഇനി അവർക്ക് കാര്യം മനസ്സിലായതുകൊണ്ടാണോ എന്ന് എന്താണെന്ന് അറിയില്ല. പിന്നെ മമ്മൂട്ടി പിന്നെ വരുമല്ലോ. അപ്പോൾ പക്ഷേ ഒരു പരിധി വരെ നമ്മൾ പൂർണ്ണമായും അവരെ അങ്ങ് അധിക്ഷേപിക്കാൻ പാടില്ല. കാരണം ഈ സർക്കാരിന്റെ കാലത്ത് ഒരുപാട് നല്ല പദ്ധതികൾ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ചിലർ പറയാത്ത കുറെ പദ്ധതികൾ സർക്കാരിൻ്റെതായിട്ട് വന്നിട്ടുണ്ട്. വലിയ രീതിയിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് തീരദേശ മേഖലയിൽ കടൽക്ഷോഭത്തിലൊക്കെ വീട് നഷ്ടപ്പെട്ടവർക്ക് ഫ്ളാറ്റുകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. ലൈഫ് മിഷൻ ഏറ്റവും നന്നായി പോകുന്നുണ്ട്. അതിന്റെ പേരിൽ ചില വെട്ടിപ്പും തട്ടിപ്പും അഴിമതി ആരോപണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അത് മികച്ച രീതിയിൽ പോകുന്നുണ്ട്. ഇവിടുത്തെ ഒരുപാട് ജനങ്ങൾക്ക് പാർപ്പിടം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ എടുത്തു പറയണം. അതുപോലെ തന്നെ നമ്മുടെ എല്ലായ്പ്പോഴും എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഒരുപടി മുന്നിൽ തന്നെയാണ് നമ്മുടെ സംസ്ഥാനം. നമുക്ക് ഈ ഇവിടുത്തെ രാഷ്ട്രീയ വിരോധം ഉണ്ടാകാം, അല്ലെങ്കിൽ ചില വ്യക്തികളോടുള്ള എതിർപ്പുണ്ടാകാം, അതൊക്കെ ഉണ്ടാകാമെങ്കിലും എല്ലാം ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ സംസ്ഥാനത്തെ ഒരിക്കലും താറടിച്ച് കാണിക്കരുത്. എനിക്കിവിടുത്തെ ചില രാഷ്ട്രീയ നിരീക്ഷകരോടൊക്കെ ഒരു വിദ്വേഷം തോന്നുന്ന ആ കാര്യത്തിലാണ്. ഇവിടെ നിന്നുകൊണ്ട് ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ അങ്ങേയറ്റം താറടിച്ച് കാണിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിനോട് എനിക്ക് എതിർപ്പാണ്. കാരണം ഏറ്റവും മികച്ച സംസ്ഥാനം തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ ലോകം പോലും പറയും അത് കേരളം തന്നെയാണ്. കാരണം ഇതിന് പുറത്തോട്ടൊന്ന് പോയി നോക്കണം, അപ്പോഴറിയാം ഈ നാടിന്റെ വില എന്താണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ അതായത് ഇതിന്റെ കൂടുതൽ റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം പൂർണ്ണമായും ഇല്ലാതായോ എന്ന് നമുക്കതിന്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കണം. എന്തായാലും പക്ഷെ ഒരു പരിധിയിലധികം അത് സത്യം തന്നെയായിരിക്കും. ഉറപ്പായിട്ടും. കാരണം ഇപ്പോഴൊന്നും പട്ടിണി എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. കാരണം ഭക്ഷണം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നേരത്തെ ചോറ് വേണം, അല്ലെങ്കിൽ അതിന് വളരെ തുച്ഛമായ വിലയ്ക്ക് തന്നെ അത് കൊടുക്കുന്നുണ്ട്. അതുപോലെ സർക്കാർ ഹോസ്പിറ്റലുകളിലെല്ലാം തന്നെ ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്. അത് ഡിവൈഎഫ്ഐ മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ സേവാഭാരതിയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സംഘടനകളും ഡിവൈഎഫ്ഐയും ഒക്കെ ഭക്ഷണം കൊടുക്കുന്നതിനൊക്കെ അതിലൊക്കെ നമുക്ക് അഭിമാനിക്കാം. കാരണം ഈ സംഘടനകളെയൊക്കെ നമ്മൾ വിമർശിക്കാറുണ്ട്, എങ്കിൽ പോലും അവർ ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അതൊന്നും കണ്ടില്ല എന്ന് നമ്മൾ നടിക്കരുത്. അതുകൊണ്ട് പ്രതിപക്ഷത്തിന് കുറച്ച് വിയർക്കേണ്ടി വരും ഈ തെരഞ്ഞെടുപ്പിലും സർക്കാരിനെ നേരിടാൻ. കാരണം അവർ ബഹുദൂരം മുന്നിലേക്ക് പോയിട്ടുണ്ട്. അതൊരു സത്യം തന്നെയാണ്. അത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകുക തന്നെ ചെയ്യണം. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.